ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയതായിട്ട്. എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട്, വരാനിരിക്കുന്നതെന്ന് പറയണ്ട, മിക്കവാറും നാളെയോ മറ്റന്നാളായിട്ട് നമ്മൾ കാണാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ സച്ചി ആകെ സങ്കടത്തിലല്ല. കാരണം അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വർണ്ണമാല എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പണയം വെക്കാനല്ല വിൽക്കാനായിട്ട് നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ താൻ കൊണ്ടുവന്നിരിക്കുന്നത് റോൾഡ് ഗോൾഡിന്റെ ആഭരണമാണെന്ന് കടക്കാരൻ പറഞ്ഞ സമയത്ത് സച്ചി രേവതി ആകെ തകർന്നു പോകല്ലേ. ആദ്യമൊക്കെ ഇരുവരും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും കടക്കാരൻ എൻ്റെ ഓണർ വന്നതിന് ശേഷം വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന നേരത്ത് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം സുധിക്ക് വേണ്ടിയിട്ട് അമ്മ ചെയ്തതായിരിക്കും ഇതെല്ലാം തന്നെ. സ്വർണ്ണാഭരണത്തിന്റെ മോഷണത്തിന് പിന്നിൽ സുധിയാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെയാണ് സച്ചി വീട്ടിലേക്ക് ദേഷ്യത്തോടുകൂടി പോകാനെടുക്കുന്നത്. ആ സമയത്ത് രേവതി വേഗം സച്ചി തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമ്മളെന്തായാലും കാര്യങ്ങളൊന്നും, നമ്മുടെ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്നിപ്പോ അച്ഛമ്മയുടെ 80-ാം പിറന്നാൾ ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. അച്ഛനും അച്ഛമ്മയും എല്ലാം തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷം കടത്താനായിട്ട് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പോൾ സച്ചിയേട്ടൻ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ അച്ഛമ്മയുടെ 80-ാം പിറന്നാൾ കഴിഞ്ഞതിന് ശേഷം, അച്ഛമ്മ അവിടെ നിന്ന് പോയതിനു ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ സമാധാനിപ്പിച്ചിരുത്താണ്. എന്നിരുന്നാലും സുധിയെ കാണുന്ന സമയത്തും ചന്ദ്രയെ കാണുന്ന സമയത്തും എല്ലാം തന്നെ നമ്മുടെ സച്ചിയുടെ ദേഷ്യം ഇരട്ടിച്ച് വരുന്നുണ്ട്. എന്നാൽ സച്ചിയുടെ മനസ്സൊന്നും നൊന്ത് കഴിഞ്ഞാൽ രവിക്കും അച്ഛമ്മയ്ക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാകുന്നത് കൊണ്ട് ഇരുവരും സച്ചിയുടെ കാര്യം തിരക്കുന്നത്, നീ എൻ്റെ സങ്കടപ്പെട്ടിരിക്കുന്നതിനൊക്കെ തിരക്കുന്നുണ്ടെങ്കിലും സച്ചി അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് തനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് അച്ഛമ്മയുടെ ആഗ്രഹം, അച്ഛമ്മയുടെ 80-ാം പിറന്നാൾ തനിക്കൊന്നും തന്നെ മേടിച്ച് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടവും നമ്മുടെ സച്ചിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മയുടെ കേക്ക് മുറിക്കുന്ന സമയമായിട്ടും സച്ചിയെ കാണാത്തതുകൊണ്ട് തന്നെ രവിയും രേവതിയും എല്ലാം തന്നെ സച്ചിയെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി ഫോൺ എടുക്കുന്നില്ല അല്ലെ. ആ ഒരു സമയത്ത് സച്ചിയുടെ കൂടെ നമ്മുടെ ഈച്ചയും ഉണ്ടാവും. എന്നാൽ സച്ചി എങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യം അവിടെ സസ്പെൻസ് ആയി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം അത് എങ്ങോട്ടാണ് പോയതെന്നും എന്താണ് നമ്മുടെ സച്ചി അച്ഛമ്മയ്ക്ക് നൽകുന്ന സർപ്രൈസ് എന്നുമുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചി ഈച്ചയും കൂട്ടി പോയിരിക്കുന്നു, മറ്റെങ്ങോട്ടുമല്ല. നേരത്തെ നമ്മുടെ അച്ഛമ്മ സച്ചിയോടായിട്ട് പറയുന്നുള്ളത് തനിക്ക് ചങ്കായിട്ടുള്ള 2 സുഹൃത്തുക്കളുണ്ട്, അവരെ മരിക്കുന്നതിന് മുന്നേ തന്നെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് സച്ചി പറഞ്ഞതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് വേണ്ടി വലിയൊരു സർപ്രൈസ് ആയിട്ട് നമ്മുടെ സച്ചി കൊണ്ടേ കൊടുക്കാൻ പോകുന്ന ഈ 2 സുഹൃത്തുക്കളെയാണ് കേട്ടോ. അവർ പലയിടങ്ങളിൽ അന്വേഷിച്ച് തേടിപ്പിടിച്ച് നമ്മുടെ സച്ചി കണ്ടെത്തുകയും അച്ഛമ്മയ്ക്ക് മുന്നിൽ സർപ്രൈസ് ആയി തന്നെ ഇരുവരെ നിർത്തുന്ന സമയത്ത് അച്ഛമ്മയുടെ കണ്ണുകൾ നിറയുകയും സച്ചിയോട് ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നന്ദിയൊക്കെ പറയുന്നുണ്ട് അച്ഛമ്മ. അപ്പൊ ആ ഒരു കാര്യം എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സച്ചി ആരോടും പറയാതെ അവിടുന്ന് പോകുന്നത്. നമ്മുടെ സച്ചി അച്ഛമ്മയ്ക്ക് നൽകുന്ന വലിയൊരു സർപ്രൈസും. അപ്പൊ ഈ ഒരു ഭാഗം മിക്കവാറും നാളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.